നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദ്വാരക്കുക. അത് നമ്മൾ പറഞ്ഞിട്ട് ദ്വാരുന്നോ പറയുന്നതിന് മുമ്പ് ദ്വാരുന്നോ എന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വേർതിരിവതിനില്ല. നമ്മൾ പറഞ്ഞതിന് ശേഷം ദ്വാരുന്നോ പറയുമ്പോൾ ദ്വാരുന്നോ പറയുന്നതിന് മുമ്പ് ദ്വാ ചെയ്തോ എന്നില്ല. ഇവിടെ 3 നിബന്ധനയാണ് പറയുന്നത്. ഒന്ന്, കുറ്റം സമ്മതിച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം, തൗബ ചെയ്യണം എന്നർത്ഥം. ഒന്നതാണ്. രണ്ടാമത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കണം. ഈ 2 കാര്യമേ നമുക്കൊറ്റു. നമ്മൾ തെറ്റ് ചെയ്താൽ തൗബ ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുക. മൂന്നാമത്തേത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊറുക്കലിനെ ചോദിക്കുക. വസ്തഗ്ഫറ ലഹും റസൂലുന. ഫാഓ സുമ്മയോ ഉപയോഗിക്കാതെ വാപ്പ് ഉപയോഗിച്ചുകൊണ്ടാവുമ്പോ മുഅ്മിനുകളായ ആളുകൾക്ക് വേണ്ടി ദോഷം പൊറുക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുക. ഈ ദുആ എപ്പോഴാവാം? അങ്ങ് ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് ദുആ ചെയ്തതാവാം, നാളെ പരലോകത്ത് വെച്ച് ഷഫാഅത്ത് ചെയ്യുന്നതാവാം, ഇപ്പോൾ ബർസഖിയായ ലോകത്ത് വെച്ച് ഷഫാഅത്ത് ചെയ്യുന്നതും ദുആ ചെയ്യുന്നതും ആവാം. കാരണം എന്തുകൊണ്ട്? ഇമാം ബസ്സാർ റിവായത്ത് ചെയ്യുന്ന സുപ്രസിദ്ധമായ ഒരു ഹദീസിലുണ്ട്, ഹയാത്തി ഖൈറുല്ലക്കും വമമാതി ഖൈറുല്ലക്കും. ഞാൻ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഖൈറായതുപോലെ ഞാൻ വഫാത്തായാലും നിങ്ങൾക്ക് ഖൈർ തന്നെ എന്ന് പറഞ്ഞപ്പോൾ സഹാബാ കിറാം സംശയം ചോദിച്ചു, ഹബീബായ നബി, അങ്ങയുടെ വഫാത്ത് ഞങ്ങൾക്ക് എങ്ങനെയാ ഖൈറാകുന്നത്? ജീവിതം ഖൈറാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, വഫാത്ത് എങ്ങനെ ഖൈറാകുന്നത് പറഞ്ഞത്? അമാലുക്കും, നിങ്ങൾ ലോകത്ത് വെച്ച് ചെയ്യുന്ന എല്ലാ അമലുകളും എന്റെ മുന്നിൽ വെളിവാക്കപ്പെടും. അതിൽ നല്ലത് ചീത്ത എന്ന് വ്യത്യാസമില്ല, എല്ലാ അമലുകളും വെളിവാക്കപ്പെടും. ഫൈൻകാനത്ത് സ്വാലിഹത്തൻ, ആ വെളിവാക്കപ്പെട്ട അമലുകൾ സൽക്രമങ്ങളാണ് എങ്കിൽ ഹമിദുല്ലാഹ്, അല്ലാഹുവിന് ഞാൻ അൽഹംദുലില്ലാഹ്, എന്റെ ഉമ്മത്തുകള് അൽഹംദുലില്ലാഹ് ഖൈർ. വേറൊരു റിവായത്തിലുണ്ട്, വസ്തദത്തുല്ലാഹ ലക്കും, കൂടുതൽ ഖൈർ ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. വൈൻകാനത്ത് വൈറദാലിക, ഇനി നല്ലതല്ലെങ്കിൽ തെറ്റാണ് ചെയ്തതെങ്കിൽ എന്നല്ല പറഞ്ഞത്, നമ്മളോടുള്ളതായ കാരുണ്യം കൊണ്ടാ. ഖൈറല്ലെങ്കിൽ പിന്നെ ഷെർ തന്നെ, പക്ഷെ അത് പറഞ്ഞില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈൻകാനത്ത് വൈറദാലിക സ്വാലിഹഅമല അല്ല ആ കണ്ടത് എങ്കിൽ യസ്തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടും. ഉണ്ടോ? വെളിവാക്കപ്പെടുന്നത് നമ്മൾ ചെയ്യുന്ന അമല് നല്ലതെങ്കിലെങ്കിൽ പൊറുക്കലിനെ തേടുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ബസ്സാർ റിവായത്ത് ചെയ്യുന്ന സഹീഹായ ഹദീസാ. അപ്പൊ അവിടെ ബർസഖിയായ ആലത്തിൽ വെച്ച് തന്നെ പൊറുക്കലിനെ തേടുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ബുഖാരിന്റെ റിവായത്തനുസരിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞ എല്ലാ മുഅ്മിനുകൾക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ആ ദുആവും ആവാം. കാരണം വാവിട്ടുകൊണ്ടാണല്ലോ അല്ലാഹു പറഞ്ഞത്. നേരത്തെ ദ്വാരുന്നാലും ആവാം, പിന്നീട് ദ്വാരുന്നാലും ആവാം, ഈ സന്ദർഭത്തിൽ ദ്വാരുന്നാലും ആവാം. രണ്ടായാലും വസ്തഗ്ഫറ ലഹുമുർ റസൂൽ എന്ന് പറഞ്ഞ വാവ് ഉപയോഗിച്ചതിന് തകരാറില്ല. അപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജീവിതകാലത്ത് എന്നതുപോലെ പരലോകത്തിൽ എന്നതുപോലെ ബർസഖിയായ ഹാലത്തിലും നമുക്ക് ഷഫാഅത്തിനെ ചോദിക്കാം. നമ്മുടെ പാപമോചനത്തിന് വേണ്ടിയും നമ്മുടെ ഉദ്ദേശ സാഫല്യത്തിന് വേണ്ടിയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അഥവാ ഷഫാഅത്ത് ചെയ്യാൻ ആവശ്യപ്പെടാം. അത് തവസ്സുലിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനം ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങനെ പോട്ടെ, അത് വിട്. അല്ലാത്ത ഏതെങ്കിലും ആളുകളോട് ഇങ്ങനെ ഷഫാഅത്തിനെ ചോദിച്ചതായി സഹീഹായ വല്ല സംഭവം ഉണ്ടോ? അപ്പൊ ചോദ്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലും അള്ളാഹുവിന്റെ അടിമ തന്നെയാണ്. ബാക്കിയുള്ള നബിമാരോ മലായിക്കത്തോ മുഅ്മിനീങ്ങളോ സ്വാലിഹീങ്ങളോ അവരും അള്ളാഹുവിന്റെ അടിയാറുകൾ തന്നെയാണ്. ആദ്യം ആമുഖം പറയാ, തട്ടുത്തരല്ല, പറച്ചിൽ നമുക്ക് ഇല്ലാണല്ലോ.
അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരാളോട് ചെയ്യാൻ പറ്റുന്ന കാര്യം അള്ളാഹുവിന്റെ അടിമ എന്ന നിലക്ക് അള്ളാഹു അനുവദിച്ച ആരോടും ചെയ്യാം. അതാണ് പൊതു അതിന്റെ ഉത്തരം. അള്ളാഹുവിന്റെ അടിമ അല്ലല്ലോ, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവട്ടെ, മറ്റ് നബിമാരാവട്ടെ, മലായിക്കത്താവട്ടെ, സ്വാലിഹീങ്ങളാവട്ടെ, ആരും അള്ളാഹുവല്ല. ഇബാദത്ത്, പ്രാർത്ഥന എന്ന അർത്ഥം അത് അള്ളാഹുവിനോട് തന്നെ പാടുള്ളൂ. പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള ഒരു തരത്തിലുള്ള അപേക്ഷയും അള്ളാഹു അല്ലാത്ത ഒരടിമകളോടും പറയാൻ പാടില്ല, അത് ശിർക്കാണ്. അതേ സമയത്ത് പ്രാർത്ഥന എന്ന അർത്ഥത്തിലല്ലാതെ സഹായം ചോദിക്കുക, ഇസ്തൻസറ എന്ന അർത്ഥത്തിലാണെങ്കിൽ അതിന് വിരോധിക്കുന്നതായി, സഹായം തേടുക എന്ന കേവലാർത്ഥത്തിലുള്ള തേട്ടത്തിന് വിരോധിക്കുന്നതായി ഖുർആനിലോ ഹദീസിലോ എവിടെയും വന്നിട്ടും ഇല്ല. അതുകൊണ്ട് ജീവിതകാലത്തുള്ള സഹായം തേട്ടം അനുവദിക്കപ്പെട്ടവരോട് തന്നെ മരണശേഷവും ചോദിക്കാം. പക്ഷെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ജീവിതകാലത്ത് ദുആ കൊണ്ടും പ്രവർത്തനം കൊണ്ടും സഹായിക്കാൻ പറ്റും, മരണശേഷം അവരുടെ ദുആ കൊണ്ടാണ് സഹായിക്കുക എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ അർത്ഥത്തിൽ സഹായം തേടുക എന്ന അർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവരോ മരണപ്പെട്ടവരോ ആയ മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളോട് ചെയ്യുന്നത് ഖുർആൻ എവിടെയും വിരോധിച്ചിട്ടില്ല, ഹദീസിലും എവിടെയും വിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് അത് അനുവദനീയമായ കാര്യങ്ങളിൽ പെട്ടതാണ്. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ചോദിച്ചതായി പ്രസിദ്ധമായ ഹദീസ് കാണാം. ജമാഅത്തിന് ഇറങ്ങുന്നിടത്ത് ബിഹഖി മംശായ ഹാദി വബിഹഖി സായിലീൻ അലൈക, ഞാൻ ഈ പോകുന്ന സ്വാലിഹായ അമല് മുൻനിർത്തിക്കൊണ്ടും നിന്നോട് ചോദിക്കുന്ന സ്വാലിഹീങ്ങളായ ആരൊക്കെയുണ്ടോ അവരുടെ ഹക്ക് മുൻനിർത്തിക്കൊണ്ടും നിന്നോട് ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സായിലീങ്ങൾ എന്ന് പറഞ്ഞത് മലക്കുകൾ പെട്ട്, അമ്പിയാക്കൾ പെട്ട്, ജീവിച്ചിരിക്കുന്ന മോമിനീങ്ങൾ പെട്ട്, പണ്ട് കഴിഞ്ഞു പോയ മഹാന്മാര് പെട്ട്, ഒക്കെ പെട്ട്. അതുപോലെ തന്നെ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവിനെ മറമാടാൻ കൊണ്ടുപോയി ഖബർ വീഴ്ചയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ഇറങ്ങി ഖബറിൽ കിടക്കുകയും അവിടെ വെച്ച് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബിഹഖി നബിയിക വൽ അംബിയാഇ അല്ലദീന മിൻ ഖബ്ലി, നിന്റെ റസൂലാവുന്ന എന്റെ ഹക്ക് കൊണ്ടും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ നബിമാരുടെ ഹക്ക് കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു, പടച്ചവനെ, ഈ ഖബറിൽ വരുന്ന എന്റെ ഉമ്മക്ക് ശേഷമുള്ള എന്റെ പോറ്റുമ്മയായ ഫാത്തിമ ബിന്ത് അസദിന് നീ പൊറുക്കേണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതായി ഹദീസിൽ. എന്നല്ല, നേരത്തെ പറഞ്ഞ കണ്ണ് കാണാത്ത ആളുടെ ദുആ എന്ന് പറഞ്ഞ് അത് അദ്ദേഹം തന്നെ എടുത്ത് പ്രത്യേകം പറഞ്ഞു. അതിനൊക്കെ ചില വ്യാഖ്യാനങ്ങൾ കൊടുത്തിടുന്നുള്ളൂ. ആ ഹദീസ് സഹിയാണെന്നും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് സഹാബി ചെയ്തു എന്നും അതുകൊണ്ട് ഫലം ലഭിച്ചു എന്നും ഒക്കെ പറയുന്നുണ്ട്. അവിടെ ഇതേ സംഭവം ഉദ്ധരിച്ച് ഉസ്മാൻ ബിൻ ഹനീഫ് റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് തന്റെ ഒരു ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചിട്ട് സാധിക്കാതെ വന്നപ്പോ ഉസ്മാൻ ഇബ്നു ഹുനൈഫിനെ സമീപിച്ചുകൊണ്ടൊരു സാധുവായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു വലിയ വിഷമമുണ്ട്, ഞാൻ ഖലീഫയെ ഒന്ന് കണ്ട് സംസാരിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ട് എനിക്ക് സാധിച്ചില്ല. നിങ്ങൾ ഏതായാലും അവിടെ ദർബാറിൽ വലിയ സ്വാധീനമുള്ള ആളാണല്ലോ, എന്റെ കാര്യത്തിൽ ഈ വിഷയത്തിലൊന്ന് ഇടപെട്ടാൽ വളരെ ഹൈറായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തോട് പറഞ്ഞു, നീ പോയിട്ട് വുദു എടുത്തിട്ട് വാന്ന് പറഞ്ഞു. വുദു എടുത്ത് വന്നതിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. നിസ്കരിച്ചതിന് ശേഷം ഈ ദുആ പഠിപ്പിച്ചു കൊടുത്തു. പണ്ട് നബി തങ്ങൾ ചെല്ലാൻ വേണ്ടി കണ്ണ് കാണാത്ത ആൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ ദുആ ചൊല്ലിക്കൊടുത്തു. ഇത് പ്രാർത്ഥിച്ച് അതിന് ശേഷം രണ്ടാളും പിരിഞ്ഞു. അയാളെ പാട്ടിന് പോയി, ഇയാൾ മറ്റേ പാട്ടിനും പോയി. പിറ്റേ ദിവസം ഇയാള് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ദർബാറിൽ ചെന്നപ്പം അസാധാരണമായി, സാധാരണ അവിടെ എപ്പോഴും തിരക്കാ, ചെന്നാ കാണാൻ കഴിയുന്നില്ല. അന്ന് താൻ ചെന്നപ്പോ അവിടെ നല്ല ഒഴിവാ, ഒരു തിരക്കുമില്ല. പാറാവുകാരൻ പെട്ടെന്ന് വന്ന് കൈപിടിച്ച് എന്താ വന്നു വെച്ച് ഇങ്ങനെ ഖലീഫിനെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടെന്ന് നന്നാ വന്നോളി അറിഞ്ഞു. അങ്ങനെ ചെന്ന് അപ്പൊ ഖലീഫ തിരക്കില്ലാത്ത സമയം ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞതനുസരിച്ച് അയാളുടെ ആവശ്യങ്ങളൊക്കെ നടപ്പാക്കി കൊടുത്തു. കാര്യങ്ങളൊക്കെ സന്തോഷമായി തിരിച്ചു വന്നു. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഇയാൾ കണ്ടു, ഈ നേരത്തെ അപേക്ഷ കൊടുത്ത സാധു കണ്ടു.
അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു തആല പരലോകത്തിലും ദുനിയാവിലും അർഹമായ പ്രതിഫലം പൂർത്തിയാക്കി തരട്ടെ. നിങ്ങൾ ആ വിഷയം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഷഫാഅത്ത് പറഞ്ഞതുകൊണ്ടാണ് എന്റെ കാര്യം ഭംഗിയായിട്ട് നടന്നു. അപ്പൊ ഇയാളത്രേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഉസ്മാൻ ബിൻ ഹുനൈഫ് ഇങ്ങനെ നിസ്കരിച്ചു തീർക്കാൻ പറഞ്ഞെങ്കിൽ അതുകൊണ്ട് കാര്യം സാധിച്ചു എന്നൊന്നുമല്ല മുമ്പ് മനസ്സിലാക്കി. ഉസ്മാൻ ബിൻ ഹുനൈഫ് പറഞ്ഞതേക്കാരം ഇയാളെ കാര്യം എന്ന്. അപ്പോ അദ്ദേഹത്തിനോട് കാര്യം തുറന്നു പറഞ്ഞു ഉസ്മാൻ ബിൻ ഹുനൈഫ്, ഞാൻ ഈ വിഷയത്തിൽ ഖലീഫയെ കാണുകയോ നിങ്ങളുടെ കാര്യം ഖലീഫയോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ഞാൻ ആ പഠിപ്പിച്ചെന്ന ദുആവും ആ നിസ്കാരം ഉണ്ടല്ലോ, നബിതങ്ങളുടെ ജീവിതകാലത്ത് കണ്ണ് കാണാത്ത ഒരാൾ വന്നപ്പോൾ അയാളുടെ കണ്ണിന് കാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്താ. എന്നിട്ട് ആ സഭ പിരിയുന്നതിന് മുമ്പ് അതിന് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ദുന്യാവിലുള്ളയും ആഖിറത്തിലുള്ളയും കാര്യങ്ങൾ സാധിപ്പിക്കാൻ അത് മതിയെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആ ദുആ ചെയ്യാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ ഖലീഫയോട് ഈ വിഷയം ഉണർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് പറയുന്നതും നബി തങ്ങളെ ഷഫാഅത്തിനെ ചോദിക്കുന്നതും നബി തങ്ങളുടെ ഷഫാഅത്ത് സ്വീകരിക്കണമേ എന്ന് അല്ലാഹുവിനോട് അപേക്ഷിക്കുന്നതുമായ വാചകങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അല്ലെങ്കിലും ദുആ ചെയ്യാൻ പറയാ എന്ന് പറയുന്നത് മുഅ്മിനീങ്ങൾ തമ്മിൽ എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളാ. തന്നെയല്ല, ജീവിച്ചിരിക്കുന്ന ആളുകൾ മുഅ്മിനുകളായ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അവര് നമുക്ക് വേണ്ടി തിരിച്ചും ദുആ ചെയ്യുന്നു. ഇതേ ഇപ്പൊ ഇവിടെ ആകെ പറയുന്ന സഹായം തേട്ടത്തിന്റെ അർത്ഥമുള്ളൂ. അത്രയും മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്ന സഹായ തേട്ടമുള്ളൂ, അല്ലാതെ ഇല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, അതാ ശുപാർശ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ശുപാർശ മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്നില്ല. മുശ്രിക്കീങ്ങൾ പറഞ്ഞ ശുപാർശ എന്ന് പറഞ്ഞാൽ ഇയാളുടെ സ്വാധീനം ഉപയോഗിച്ച് ഇയാളുടെ അധികാരം ഉപയോഗിച്ച് പറയുന്ന ആ വിശ്വാസം മുഅ്മിനീങ്ങൾക്കില്ല. അത് ജിബ്രീൽ അലൈഹിസ്സലാം തൊട്ടുള്ള മലക്കുകൾക്കോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള നബിമാർക്കോ ഒരാൾക്കും അങ്ങനെ ഒരു അധികാരമില്ല. മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്നത് ഇവർക്കൊക്കെ മറ്റുള്ള മുഅ്മിനുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി കൊടുത്തിട്ടുണ്ട്. ഷർത്ത് എന്താണ്? ആള് മുഅ്മിനാവണം. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യാൻ അധികാരമുണ്ട്. അതനുസരിച്ച് അവരോട് ഷഫാഅത്തിനെ ചോദിക്കുകയാണ്. നമുക്ക് വേണ്ടി നമ്മുടെ ദുന്യാവിന്റെ കാര്യത്തിലാവട്ടെ, ആഖിറത്തിന്റെ കാര്യത്തിലാവട്ടെ, ദോഷം പൊറുക്കുന്ന കാര്യത്തിലാവട്ടെ, സ്വർഗം കിട്ടുന്ന കാര്യത്തിലാവട്ടെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യത്തിലാവട്ടെ, രോഗം മാറുന്ന കാര്യത്തിലാവട്ടെ, എന്ത് കാര്യത്തിലായാലും അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക. അത് ആവശ്യപ്പെടുന്നു. നമ്മൾ അങ്ങോട്ട് ദുആ ചെയ്താൽ അവർ തിരിച്ചിങ്ങോട്ടും ദുആ ചെയ്യും. ഇതിൽ കവിഞ്ഞൊന്നും ഈ വിഷയത്തിൽ ഇല്ല. നമ്മൾ വിചാരിക്കുമ്പോൾ ഇതെന്തോ ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒന്നാണെന്ന് തോന്നുക. ഈ പ്രാർത്ഥന എന്ന പ്രയോഗം തന്നെ ഒരു സൃഷ്ടികൾക്കും ഉപയോഗിക്കാൻ പാടില്ല. അതാണ് സൂക്ഷ്മതയുടെ വഴി. ഒരു സൃഷ്ടിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥനയ്ക്ക് ഭാഷയിൽ എന്തർത്ഥം ഉണ്ടായാലും വേണ്ടിയില്ല. കാരണം എന്തുകൊണ്ട്? പ്രാർത്ഥന എന്നത് യഥാർത്ഥത്തിൽ അദ്വാ എന്നതിന് പറയുന്ന അർത്ഥമായിട്ടാണ് ലോകത്ത് പ്രസിദ്ധമായത്. അദ്വാന്റെ അർത്ഥം നമ്മൾ ആധികാരികമായി ഇമാം റാസി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, അടിമ തന്റെ എളിമത്തരവും കഴിവില്ലായ്മയും പ്രകടിപ്പിക്കുകയും ഉടമക്കാരന്റെ ഉടമയും അധികാരവും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് തന്റെ ആവശ്യപൂരണത്തിന് വേണ്ടി ഉദ്ദേശ സാഫല്യത്തിന് വേണ്ടിയിട്ട് ഉടമയോട് അടിമ നടത്തുന്ന അപേക്ഷക്കാണ്, തേട്ടത്തിനാണ് ദുആ എന്ന് പറയുക എന്ന് ഇമാം റാസി റളിയല്ലാഹു തആല പറഞ്ഞു. ഇത് അല്ലാഹു അല്ലാത്ത ഒരു പടപ്പിനോടും ഒരു സാഹചര്യത്തിലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പ്രാർത്ഥന എന്ന വാക്ക് പടപ്പുകളോട് ഉപയോഗിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ദീന്ന് ഓർത്തൊന്നല്ല പറയണ, ആ പ്രയോഗം ശരിയല്ല. മറിച്ച് സഹായം തേടുക എന്ന് പറഞ്ഞോളി, അപേക്ഷിക്കുക എന്ന് പറഞ്ഞോളി, ചോദിക്കുക എന്ന് പറഞ്ഞോളി, അതൊക്കെ സാധാ പ്രയോഗിക്കുന്ന വാക്കുകളാ. സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാലും സഹായം തേടുക എന്ന് പറഞ്ഞാലും ഉദ്ദേശം എത്രയേ അർത്ഥമുള്ളൂ? മോമിനിങ്ങൾ പരസ്പരം സഹായിക്കുക എന്ന് പറയുന്ന ഖൈറിന്റെ പേരിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ അന്യോന്യം. അതെന്താ അവനാൻ ചെയ്തൂടെ? ചെയ്യാ. അവനാൻ ചെയ്തതിന്റെ പുറമെ മറ്റുള്ളവരോട് കൂടി തന്റെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി, തന്റെ ഉദ്ദേശങ്ങൾ സഫലമാകാൻ വേണ്ടിയിട്ട്, തനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ദുആയിൽ ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള ദുആ ഏതാണെന്ന് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുആഉൽ മുഅ്മിനി ലി അഖീഹിൽ മുഅ്മിനി അലാ ളഹ്രിൽ ഗൈബ്. ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യന്റെ അസാന്നിധ്യത്തിൽ ചെയ്യുന്ന ദുആ ആണ് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ദുആ. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ ചെയ്യുന്ന ദുആ ആണ് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന ദുആ.